നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, ദേവേട്ടൻ എന്ത് പറഞ്ഞു? അങ്കിളിപ്പോ പഴയ അങ്കിളല്ല എന്റെ. ആളാകെ മാറിപ്പോയി. എന്നോട് ഇന്ന് വരെ സംസാരിക്കാത്ത രീതിയിലാ അങ്കിള് സംസാരിച്ചത്. സൂര്യോട് ഒരിക്കലും അങ്കിൾ അങ്ങനെ പെരുമാറുമെന്നോ സംസാരിക്കുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആരോടും സംസാരിക്കാൻ പോലും താല്പര്യമില്ലെന്നാ ഇപ്പൊ അങ്കിള് പറയുന്നത്. അങ്കിളിനെന്ത് എന്തു പറ്റി? അച്ഛൻ കാണിച്ച തെറ്റിന് സൂര്യ എന്ത് വിളിച്ചു? എനിക്കറിയില്ല മാനസ. ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ആന്റിയുടെ കണ്ണീര് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആന്റി, അങ്കിൾ എന്തൊക്കെ പറഞ്ഞാലും സൂര്യ ഒരിക്കലും ആന്റിയെ കാണാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ ഒരാളെ ആയിട്ടല്ല, അച്ഛനും മോനും പഴയതുപോലെ ആവണം. അല്ലാതെ ഈ വീട്ടിൽ 2 കോണി കഴിയാനാണെങ്കിൽ അവരിങ്ങോട്ട് വരണ്ട. എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിട്ടും അവരച്ഛനും മോനും ഒറ്റക്കെട്ടായിരുന്നു. അതായിരുന്നു എന്റെ സന്തോഷവും ധൈര്യവും. പക്ഷെ ആ അച്ഛനും മകനും ഇപ്പൊ കണ്ടില്ലേ? ഒക്കെ മാറും ആന്റി, മാറണം. ഇവിടെ ഞാനാണ് ഒരു തടസ്സമെങ്കിൽ എനിക്കറിയാം എന്താ വേണ്ടെന്ന്. സ്വന്തം മാതാപിതാക്കളെ പിരിഞ്ഞു നിന്നിട്ടുള്ള ഒരു മക്കളും ഗുണം പിടിച്ചിട്ടില്ല. അവിടെ മാതാപിതാക്കൾ ക്ഷമിച്ചാലും ദൈവം ക്ഷമിക്കില്ല. സൂര്യക്കൊരിക്കലും അങ്ങനെ ഒരു അവസ്ഥ വരരുത്. മാനസ, എന്തു തന്നെ ആയാലും എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. അതുകൊണ്ടാ വല്യമ്മ അവരെ തന്ത്രപൂർവം ഇവിടുന്ന് ഒഴിവാക്കിയത്. എന്തായാലും ഞാനായിട്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ആന്റിയുടെ വിഷമം കണ്ടിട്ടാ ഞാൻ വന്നത്. പക്ഷെ അങ്കിൾ ഇത്രത്തോളം എന്നെ അവഗണിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഭാവന, ഒന്നും കൂടി സംസാരിക്കണോ? ഞാനും കൂടെ വരാം. വേണ്ട മനസ്സ, ഇനി നീയും കൂടി അങ്കിളിന്റെ വിരോധിയാവണ്ട. അറിയാലോ, നീ ശ്രദ്ധിക്കണം, നിന്റെ ശരീരവും നോക്കണം. പിന്നെ ആ മഹേന്ദ്ര ശർമ്മയും സൂക്ഷിക്കണം. ഒറ്റയ്ക്കൊന്നും നീ പുറത്തോട്ട് പോവാതെ നോക്കണം. ഞാൻ വരട്ടെ ആന്റി. എന്താ നല്ലതുപോലെ കിട്ടിയ ലക്ഷണമുണ്ടല്ലോ. എന്നോട് പറയാതെ താൻ അവിടേക്ക് പോകണ്ടായിരുന്നു. തനിക്കറിയില്ല അച്ഛൻ്റെ സ്വഭാവം. താൻ കേർ. അച്ഛനിപ്പം വേറെ ഏതോ ലോകത്താ ഭാവന. അതുകൊണ്ടാണ് നമ്മളെപ്പോലും തള്ളി പറയുന്നത്. അങ്കിൾ ഇങ്ങനെയാവുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സൂര്യ. മനുഷ്യരൊക്കെ ഇങ്ങനെയാ ഭാവന.
ഇപ്പൊ കാണുന്ന പോലെ ആയിരിക്കില്ല ദിവസങ്ങൾ കഴിഞ്ഞ് കാണുന്നത്. എന്തായാലും ഇനി നമുക്ക് ആരെയും നോക്കാതെ സ്വതന്ത്രമായിട്ട് ജീവിക്കാമല്ലോ. ആരും ഒന്നിനും വരില്ല. സൂര്യക്ക് ഒരു വിഷമമില്ലേ? വിഷമിച്ചിട്ട് എന്ത് ചെയ്യാൻ ഭാവന? ഞാനും ഇപ്പൊ ജീവിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എന്താ ഇത്, താൻ ഇത്രയ്ക്കേ ഉള്ളോ? എന്തോ എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സിനെ നന്നായിട്ട് അറിയാവുന്ന ബീച്ചിലേക്ക് നമുക്ക് പോവാം. അവിടെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒക്കെ ശരിയാവും. താൻ കണ്ണു കൊടുക്കാൻ. ജീവിതം നമ്മളാരും ചിന്തിക്കുന്നത് പോലെ ആവില്ല എന്ന് ഇപ്പൊ തനിക്ക് മനസ്സിലായില്ലേ? അതൊക്കെ ശരി തന്നെയാ. പക്ഷേ അങ്കിളിന് ഇത് എന്ത് പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒരു മനുഷ്യന് പെട്ടെന്ന് ദേഷ്യം വരുന്നതും പ്രതികരിക്കുന്നതും സ്വാഭാവികമാണ്. പക്ഷേ അതങ്ങനെ തന്നെ നിലനിന്നാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സൂര്യ? അങ്കിള് അതേ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നാ ഇപ്പോഴും സംസാരിച്ചത്. എന്നെ വീണ്ടും കാണുമ്പോൾ മോളേന്ന് വിളിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്ന ഞാൻ കരുതിയത്. പക്ഷേ എന്നോട് ദയയോ സ്നേഹമോ ഒന്നും കാണിച്ചില്ല സൂര്യ. അതാ ഞാൻ പറഞ്ഞത്, ജീവിതം നമ്മൾ ആരും ചിന്തിക്കുന്നത് പോലെ അല്ലാന്ന്. ഇക്കണക്കിന് നാളെ തന്റെ അമ്മയും സേതുവേട്ടനും ഒക്കെ ഇതുപോലെ തന്നെ പെരുമാറിയെന്ന് വരാം. ഇല്ല സൂര്യ, ഒരിക്കലും എൻ്റെ അമ്മയും സേതുവേട്ടനൊന്നും ഇങ്ങനെ പെരുമാറില്ല. എന്നെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? എന്റെ അച്ഛൻ ഇങ്ങനെ പെരുമാറുമെന്ന് താൻ കരുതിയോ? അല്ലെങ്കിൽ തന്നെ താനൊന്ന് ചിന്തിച്ചു നോക്ക്. അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? തന്റെ വല്യമ്മയെ പുറത്താക്കാൻ വേണ്ടി കളിച്ചതിനെ ചോദ്യം ചെയ്ത് ആ നാറുകെട്ട് രണ്ടെണ്ണം കൊടുത്തതോ? അല്ലാതെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ അമ്മയോടല്ലേ ദേഷ്യപ്പെട്ടത്, അച്ഛനോടല്ലല്ലോ. ആ അജയൻ റാസ്കലും ഭാര്യയും എന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോ അന്നേ എനിക്ക് സമാധാനം കിട്ടും. ഇതിലും വലിയ പ്രശ്നങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടില്ലേ സൂര്യ? അപ്പോഴൊന്നും അങ്കിളിനെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ സൂര്യ തല്ലാനും മാത്രം എന്താ ഉണ്ടായത്? എന്നോട് മാത്രമല്ലല്ലോ, തന്നോടും അച്ഛൻ ദേഷ്യപ്പെട്ടില്ലേ? അതിൽ തനിക്ക് വിഷമമില്ലേ? എന്നോട് ദേഷ്യപ്പെട്ടതിലൊന്നും എനിക്ക് വിഷമമില്ല സൂര്യ. അങ്കിൾ ഒരിക്കലും എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല.